വെൽക്കം ടു എൽ പിരമിഡ് സിസ്റ്റം ടീക്കേഴ്സ്. നമ്മൾ ഫയർ അലാമിനെ കുറിച്ച് ചില ബേസിക്സ് നമ്മൾ കണ്ട്. സോ ഇതിന് മുന്നേ തന്നെ വീഡിയോസിൽ ഫയർ അലാം സിസ്റ്റം പറഞ്ഞ എന്താണ്, അത് എവിടെ യൂസ് ചെയ്യും, അത് കാണാൻ എങ്ങനെ ഉണ്ടാവും, അതിലിരിക്കുന്ന ഡിഫറെൻറ്റ് ഡിസൈൻ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി. സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽ വീഡിയോസ് ഡിസൈൻ സ്റ്റേജ് 1നെ കുറിച്ചും 2നെ കുറിച്ചും 3നെ കുറിച്ചും 4നെ കുറിച്ചും നമ്മൾ കണ്ട്. ഇന്ന് നമ്മൾ ഡിസൈൻ സ്റ്റേജ് 5നെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. സോ ഡിസൈൻ സ്റ്റേജ് 5 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ചൂസിങ് ആൻഡ് ലൊക്കേറ്റിംഗ് ദ അലാറം സൗണ്ടേഴ്സ് ആൻഡ് വിഷ്വൽ അലാറംസ്. ഓക്കെ, നമ്മൾ ഡിറ്റക്ടർ എങ്ങനെ ചെയ്യണം, മാനുവൽ കോൾ പോയിന്റ്സ് എങ്ങനെ ഇരിക്കണം, സെൻസേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് കണ്ട് ലാസ്റ്റ് സെഷനിൽ. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അലാറം സൗണ്ടേഴ്സിനെ എങ്ങനെ ചൂസ് ചെയ്യണം, അത് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യണമെന്ന് കുറിച്ച് കാണാം. സോ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ദ ലൈഫ്. സോ ഓക്കെ, ഇനി ചില ലൊക്കേഷൻസിൽ ഫയർ കൺട്രോൾ പാനലിൻ്റെ അടുത്തേ വന്നിട്ട് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ബട്ട് ഇത് നമ്മൾ ഡിസൈൻ ചെയ്യണം, ഈ സൗണ്ടേഴ്സും വിഷ്വൽ അലാറംസും നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫയർ പ്ലാൻ വേണം. അതായത് അതിനെ കോസ് ആൻഡ് എഫക്റ്റ് മാട്രിക്സ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓരോരോ സോൺസിലും ഇരിക്കുന്ന എക്യുപ്മെൻറ്റ്സിനെ നമ്മൾ ഓരോരോ നെയിംസ് കൊടുത്തിട്ട്, ചെറിയ ചെറിയ ടാഗ് നെയിം കൊടുത്തിട്ട് അതിനെ വന്നിട്ട് ഡിസൈൻ ചെയ്യും. ഓക്കെ, ആ നെയിംസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ആ പർട്ടിക്കുലർ ഡിറ്റക്ട് ചെയ്താൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ അലേർട്ട് എങ്ങനെ കൊടുക്കണം, എവാക്യുവേറ്റ് എങ്ങനെ കൊടുക്കണം, എപ്പോൾ എവാക്യുവേറ്റ് ചെയ്യണം, എപ്പോൾ അലേർട്ട് ചെയ്യണം, അത് എത്രാമത്തെ സ്റ്റേജിൽ കൊടുക്കണം, ഈ എല്ലാ കാര്യങ്ങളും ഈ കോസ് ആൻഡ് എഫക്റ്റ് മാട്രിക്സിൽ ഉണ്ടാവും. ഇത് വന്നിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു എവാക്യുവേഷൻ പ്രൊസീജിയറാണ്. ഓക്കെ, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന അലാറം സൗണ്ടേഴ്സും വിഷ്വൽ അലാറംസും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് അലാം മെസ്സേജസിനെ കൺവേ ചെയ്യും. അത് അലേർട്ടും കൊടുക്കും, പ്ലസ് എവാക്യുവേഷൻ ടോണും അതിൻ്റെ കൂടെ ചേർന്ന് വരും. ഇതിൽ പ്രീ റെക്കോർഡഡ് സ്പീച്ചസ് ഉണ്ടാവും. അത് വന്നിട്ട് സിൻക്രണൈസ്ഡ് മാനറിൽ ആ പേഴ്സൺ, ഒരു ഫയർ അക്കറായ സ്ഥലത്ത് ഒരു പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പാനിക് ആകാതെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ക്ലിയർ ആയിട്ട് പറയും. സോ ഇതിൻ്റെ ഒരു ഓഡിബിൾ റേഞ്ച് ഉണ്ട്. ഏതൊരു ബിൽഡിങ്ങിനും നമ്മൾ ഡിസൈൻ ചെയ്താൽ പറഞ്ഞാൽ അത് 65 ഡെസിബിൾസ് ഇരിക്കണം. അലാറം ലെവലിൻ്റെ ഓഡിബിലിറ്റി 65 ഡെസിബിൾസ് മിനിമം ഇരിക്കണം. അതിൻ്റെ ഏരിയ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് 60 ഡെസിബിൾസ് യൂസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ എൻറ്റയർ എൻക്ലോഷൻ്റെ ഏരിയ നോക്കുമ്പോൾ 60 സ്ക്വയർ mm ആണ്. സോ അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ 60 ഡെസിബിൾസ് യൂസ് ചെയ്യാം. ബാക്കിയുള്ള മേജർ ലൊക്കേഷൻസ് എല്ലാമേ വന്നിട്ട് 65 ഡെസിബിൾസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യണം. ഒരാൾ നല്ലോണം ഉറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ ആ ഉറങ്ങിയ ആൾ നമുക്ക് ഉണർത്തണോ അലാറം വെച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് മിനിമം 75 ഡെസിബിൾസ് ഇരിക്കണം. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ പർട്ടിക്കുലർ റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ ഫയർ അലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റീസൺസിനെ കൺസിഡർ ചെയ്തിട്ട് ഒരിക്കലും 120 ഡെസിബിളിനെക്കാട്ടും കൂടുതലായിട്ട് സൗണ്ട് അലാറംസ് ക്രിയേറ്റ് ചെയ്യാൻ പാടത്തില്ല. ഓക്കെ, അതേപോലെ ഓരോരോ കമ്പാർട്ട്മെൻറ്റ്, ഫയർ കമ്പാർട്ട്മെൻറ്റും അറ്റ്ലീസ്റ്റ് ഒരു സൗണ്ടറെങ്കിലും ഇരിക്കണം. അതേപോലെ ഒരിക്കലും ഒരു ബെല്ലും ഇലക്ട്രോണിക് സൗണ്ടേഴ്സിൻ്റെ സൗണ്ടും മിക്സ് ആകാൻ പാടത്തില്ല. അതേപോലെ നമ്മൾ എപ്പോൾ ഡിസൈൻ ചെയ്താലും ശരി ഈ സൗണ്ട്സിനെ അഫക്റ്റ് ആകാൻ സാധ്യതകൾ കൂടുതലുണ്ട്. സൗണ്ട് അറ്റ്യൂനേഷൻസ്, അതായത് ഈ ഉണ്ടാകുന്ന സൗണ്ടിനെ അബ്സർവ് ചെയ്യാൻ ചില മെറ്റീരിയൽസ് ഉണ്ടാവും. അതിനെല്ലാം കൺസിഡർ ചെയ്തിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. എക്സാമ്പിൾ ഡോർസ് ഉണ്ടാവും, ഫർണിച്ചേഴ്സ് ഉണ്ടാവും, ഫ്ലോർസ് ഉണ്ടാവും, വാൾസ് ഉണ്ടാവും. ഓക്കെ, ഒരു ഇൻറ്റേർണൽ ഡോറേ വന്നിട്ട് 20 ഡെസിബിളിനെ അബ്സർവ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതുവേ വന്നിട്ട് ഒരു ഫയർ അലാം ഡോർ ആണെങ്കിൽ 30 ഡെസിബിൾസ് വരെ സാധ്യതകളുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണം. നമ്മൾ സെൻസാർ സെപ്പറേറ്റ് ആയിട്ടും സൗണ്ട് സെപ്പറേറ്റ് ആയിട്ടും ഡിസൈൻ ചെയ്യുന്നതിന് പകരം സെൻസാർ സൗണ്ടേഴ്സ് ഇൻറ്റഗ്രേറ്റ് ആയ ചില എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലൗഡറോ സൗണ്ടറോ തരേണ്ട ആവശ്യമില്ല. ഇത് ഒന്നേ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതേപോലെ ഈക്വാലിറ്റി ആക്ട് 2010 പ്രകാരം, ഓക്കെ, ഡിസബിലിറ്റി ഡിസ്ക്രിമിനേഷൻ 1995 പ്രകാരം, അപ്രൂവ് ഡോക്യുമെൻറ്റ്സ് പാർട്ട് M ഓഫ് ബിൽഡിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം നമ്മൾ വന്നിട്ട് വിഷ്വൽ അലാറംസ് ക്രിയേറ്റ് ചെയ്യണം. അത് എവിടെയെന്ന് പറഞ്ഞാൽ എവിടെ വന്നിട്ട് സൗണ്ടിൻ്റെ ഡെസിബിൾ 90നെക്കാട്ടിൽ കൂടുതലുണ്ടോ അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായിട്ട് നമ്മൾ വിഷ്വൽ അലാറംസ് കൊടുത്തിരിക്കണം. അതേപോലെ എവിടെ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഫിസിക്കലി ചാലഞ്ച്ഡ് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ വരാൻ സാധ്യതകൾ കൂടുതലുണ്ടോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉറപ്പായിട്ട് വിഷ്വൽ അലാറംസ് കൊടുത്തിരിക്കണം.
നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സൗണ്ടർ ആൻഡ് സ്റ്റോപ്പ് വിത്തിൻ എ സെൻസാറേ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് ലൈറ്റും കൊടുക്കും, അലാറം സെൻസ് ചെയ്യും, സ്മോക്കിനെയും സെൻസ് ചെയ്യും, അലാറമും ക്രിയേറ്റ് ചെയ്യും. നന്ദി. നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ അറിയണം. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ബിൽഡിംഗ് ഓട്ടോമേഷൻ റിലേറ്റഡായിട്ട് ഡിസൈൻ ആൻഡ് കൺസൾട്ടിങ് സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈവൻ ട്രെയിനിങ്ങും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ സോളാർ പവർ പ്ലാന്റ്സ് റിലേറ്റഡ് ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് പ്രോജക്ട്സ് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി.